ഹലോ ഫ്രണ്ട്സ്, ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ FBയിൽ ഒരു ഓൺ വോയിസ് ചെയ്യണത്. അത് വേറെ ഒന്നുമല്ല, ഞാൻ ഇരിങ്ങാലക്കുടയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരു ഊബർ ബുക്ക് ചെയ്തു. നോർമലി ഞാനിങ്ങനെ എങ്ങോട്ടേലും പോകാനായിട്ട് നോർമലി കാഷ്വലി ബുക്ക് ചെയ്യണ പോലെ തന്നെ ബുക്ക് ചെയ്തു. അപ്പോൾ എനിക്ക് ഊബർ ഒന്നും അടിച്ചില്ല. എന്താ പറയുക, ഒരു ഡ്രൈവറും എൻ്റെ ഇത് ആക്സെപ്റ്റ് ചെയ്യണില്ല. അപ്പോൾ ഞാൻ എന്താണാവോ എന്ന് വിചാരിച്ചു. കുറേ ഞാൻ ട്രൈ ചെയ്ത് എന്നിട്ടും കിട്ടിയില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇനി വല്ല നെറ്റ്വർക്ക് ഇഷ്യൂ അങ്ങനെ എന്തെങ്കിലും ആണെന്ന് വിചാരിച്ച് കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെയും അത് തന്നെ ചെയ്തു. അപ്പോഴും എന്താ പറയുക, ഒരു ഡ്രൈവേഴ്സും എൻ്റെ ട്രിപ്പ് ആക്സെപ്റ്റ് ചെയ്യണില്ല. എനിക്കൊരു ഊബർ ഡ്രൈവറും അവൈലബിൾ ആവണില്ല. അപ്പോൾ അതെന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലാവാഞ്ഞിട്ട് എന്തോ ഞാൻ കൂടുതൽ ഇതിനെപ്പറ്റി ശ്രദ്ധിച്ചില്ല. ഞാൻ അങ്ങനെ തന്നെ പിന്നെ വേറെ രീതിക്ക് ബസ്സൊക്കെ പിടിച്ച് ഞാൻ പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഇതിനെപ്പറ്റി കൂടുതൽ അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് എന്താ പറയുക, നമ്മുടെ തൃശ്ശൂരുള്ള ഊബർ ഡ്രൈവേഴ്സൊക്കെ എന്തോ ഒരു സ്ട്രൈക്കിൻ്റെ പിന്നാലെയാണ്. അപ്പോൾ എന്താ സംഭവം, ഇങ്ങനെ ഊബറിലൊക്കെ സ്ട്രൈക്ക് ഉണ്ട് തന്നെ ഞാൻ ഇപ്പോഴാണ് അറിയണേ. അപ്പോൾ അതെന്താ സംഭവം എന്ന് ചോദിച്ചപ്പോൾ എന്താ പറയുക, ആൾക്കാർ പറഞ്ഞതാണ് എന്നോട്, ഇവർക്ക് ഇവിടെ ഒന്നിനും റേറ്റ് ഇല്ല എന്നുള്ളത്. അതായത് ഇവർക്ക് ഇപ്പോൾ എങ്ങോട്ട് പോകാനാണെന്ന് വെച്ചാൽ എയർപോർട്ടിൽ പോകാനാണെന്ന് വെച്ചാലും എന്തിനാണേലും ഇവർ വിചാരിക്കണ മാന്യമായൊരു റേറ്റ് ഇവർക്ക് കിട്ടണില്ല. വേറെ എറണാകുളം അല്ലെങ്കിൽ അങ്ങനത്തെ വേറെ ജില്ലകളിലൊക്കെ അത്യാവശ്യം ഡ്രൈവേഴ്സിന് നല്ലൊരു ഊബർ നല്ല അത്യാവശ്യം റേറ്റ് കൊടുക്കുന്നുണ്ട്. പക്ഷേ തൃശ്ശൂരുള്ള ആൾക്കാർക്ക് പണ്ടത്തേക്കാൾ റേറ്റ് കുറച്ചു എന്നൊക്കെയാണ് പറയണത്. കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ടൊന്നും എനിക്കറിയില്ല. അപ്പോൾ അതിൻ്റെ ബേസിൽ ഇന്നത്തെ ദിവസം ഇവിടെ എല്ലാവരും സ്ട്രൈക്കായിരുന്നു. അത് കാരണം തന്നെ ഇപ്പം ഞാനിത് എൻ്റെ ഒരു അനുഭവമാണ് പറയണേ. അതുപോലെ ഏതൊക്കെ ആൾക്കാർ ഇങ്ങനെ ഇന്ന് ഡ്രൈവേഴ്സിനെ കിട്ടാണ്ട് പെട്ട് കിടക്കണമെന്ന് അറിയില്ല. അപ്പോൾ എനിക്ക് തോന്നിയതാണ് ജസ്റ്റ് ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ഇടാൻ. കാരണം എന്താ പറയുക, എന്തിൻ്റെ പേരിലോ ആയിക്കോട്ടെ, അവർ മാന്യമായൊരു കാശ് വാങ്ങിച്ച് വണ്ടി ഓടിക്കുന്ന ആൾക്കാരല്ലേ. അപ്പോൾ അവർക്കുള്ള അതായത് വേറെ ജില്ലക്കാർക്ക് കാശ് കൂടുതൽ, ഇവർക്ക് കാശില്ല, അങ്ങനെ കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ എന്തിൻ്റെ പേരിലാണ് സ്ട്രൈക്ക്, കൂടുതൽ ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. എനിക്ക് ഇന്നിങ്ങനെ ഒരു ട്രിപ്പ് നോക്കിയപ്പോൾ എനിക്ക് കിട്ടാണ്ടായപ്പോഴത്തെ എൻ്റെ അവസ്ഥ ഇതുപോലെ തന്നെ ഇന്ന് കുറേ പേർക്കും അനുഭവം ഉണ്ടായിട്ടുണ്ടാവുമെന്നാണ് തോന്നണേ. അപ്പോൾ അത് കാരണം അങ്ങനെ ഊബർ അങ്ങനെ എന്തെങ്കിലും എന്താ പറയുക, ഒരു പാർഷ്യാലിറ്റി കാണിക്കുന്നുണ്ടെങ്കിൽ ഇവിടെയുള്ളവർക്ക്, തൃശ്ശൂർ ജില്ലക്കാർക്ക് ഇങ്ങനെ സ്ട്രൈക്ക് നടത്തുക അങ്ങനെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞിട്ടായാലും അവർ ആഗ്രഹിക്കുന്ന, അവർക്ക് ആവശ്യമായ മാന്യമായ തുക എന്താ പറയുക ഇതായിട്ട് കൊടുക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഇന്ന് എനിക്കിങ്ങനെ ഒരു അനുഭവം ഉണ്ടായ കാരണം എനിക്കിങ്ങനെ ഒരു വീഡിയോ ഇടാൻ തോന്നി. അത്രയേ ഉള്ളൂ. ഓക്കെ.